അപ്പോൾ എൻ്റെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഇന്ന് കറക്റ്റ് 10 ദിവസമായി. അപ്പോൾ 9 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് 10ാമത്തെ ദിവസം എൻ്റെ ഹെഡ് വാഷാണ്. അപ്പോൾ 10 ദിവസത്തെ ഒരു കെയറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡോക്ടർ ഉൾപ്പെടെ എല്ലാവരും പറയുന്നൊരു കാര്യം തന്നെയാണ്. നമ്മൾ കറക്റ്റ് 10 ദിവസം നമ്മൾ മാക്സിമം കെയർ ചെയ്യുക. വലിയതായിട്ട് വെയിറ്റോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും എടുക്കാതെ, അധികം എക്സർസൈസോ കാര്യങ്ങളൊന്നും ചെയ്യാതെ, വിയർക്കാതെ, നമ്മൾ ഉറങ്ങുമ്പോഴും ശ്രദ്ധിച്ച് തന്നെ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ തല വെച്ച് കിടക്കാൻ ശ്രമിക്കുക. പിന്നെ അങ്ങനത്തുള്ള കെയർ. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ അധികം ഈ കട്ടിയുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാതിരിക്കുക. ചിക്കൻ, മട്ടൻ അങ്ങനത്തുള്ള സാധനങ്ങളൊന്നും. ജസ്റ്റ് നോൺ വെജ് എന്ന് പറയുന്നത് നമുക്ക് ഫിഷോ അല്ലെങ്കിൽ മുട്ട അതിനൊക്കെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ ആണ് ഞാൻ കെയർ ചെയ്തത്. അപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ടുള്ള ഹെഡ് വാഷാണ്. ഹെഡ് വാഷ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കാണാം. ഹെഡ് വാഷ് എല്ലാം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ഞാൻ PRP എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സിറ്റിംഗ് PRP എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും എങ്ങനെയാണ് എൻ്റെ റിസൾട്ട് മീൻസ് ഈ കഴിഞ്ഞ 10 ഡേയുടെ ഹെഡ് വാഷ് കഴിഞ്ഞിട്ടുള്ള എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അതെ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡിൽ ഫുൾ കവറേജ്, അതായത് ബാക്ക് സൈഡിൽ മുടി കവറാക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഫ്രണ്ട് സൈഡ് അതാണ്. കാരണം നമ്മൾ അന്ന് പറഞ്ഞതുപോലെ മുടി ട്രിം ചെയ്യാതെയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിടാം എന്തെങ്കിലും ആവശ്യം. ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ആവശ്യങ്ങളായതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കല്ലാതെ വേറെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി ഫ്രണ്ടിൽ ഇങ്ങനെ കവർ ചെയ്തിടാം. അറിയാത്ത രീതിയിൽ കവർ ചെയ്തിരുന്നതാണ്. ബാക്ക് സൈഡിൽ അതുപോലെ തന്നെ കവർ ചെയ്തിടാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹെഡ് വാഷ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഓരോ മന്ത്ലേതായിട്ടുള്ള അപ്ഡേറ്റ്സ് ഞാൻ ഇവിടെ തന്നെ ലാ ഡെൻസിറ്റിയിൽ വന്നിട്ട് നമ്മൾ PRP എടുക്കുന്ന സമയത്ത് അപ്ഡേറ്റ്സ് തന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയണ്ടേ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ ഹെഡ് വാഷ് എല്ലാം കഴിഞ്ഞപ്പോൾ. നമുക്ക് 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ തല കുളിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു എന്താ പറയണ്ടേ, പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു റിഫ്രഷിങ് ഒരു അനുഭവമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിന് ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത അപ്ഡേറ്റ്സ് നമുക്ക് PRP ചെയ്യുന്നതനുസരിച്ച് തന്നുകൊണ്ടിരിക്കും. ഓക്കെ.